അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട മുഅ്മിനുകളെ, വളരെ പരിശുദ്ധവും പരിഭാവനവുമായ ഒരു പരിശുദ്ധ മാസത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്, അഥവാ മുഹറം മാസം. ഹിജറ വർഷത്തിലെ ഒന്നാമത്തെ മാസം. ധാരാളം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. മുസ്ലിം സമൂഹത്തിന് ധാരാളം വിജയങ്ങൾ നൽകിയതും അതുപോലെ തന്നെ വലിയ ദുഃഖം ഉണ്ടായതുമായ മാസമാണ് മുഹറം മാസം. മുഹറം മാസത്തിലേക്ക് ഞാനും നിങ്ങളും കാലെടുത്ത് വെക്കുമ്പോൾ നമ്മൾക്ക് അല്ലാഹു നൽകിയ ഈ ഭൗതികമായ ലോകത്തുള്ള ഒരു വർഷം നമ്മൾക്ക് പിന്നിടുകയാണ്. മറ്റൊരു പുതുവർഷ പുലരിയിലേക്ക് മുസ്ലിം ലോകം കാലെടുത്ത് വച്ചിരിക്കുകയാണ്. വരുന്ന ശിഷ്ടമായ ജീവിതം ആഖിറത്തിന് വേണ്ടിയുള്ള ഇഹപര വിജയങ്ങൾക്ക് വേണ്ടിയുള്ളതാക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടതുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ശത്രുവായിരുന്ന ഫറോവയിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം മാസത്തിലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അഗ്നികുണ്ഡാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം മാസത്തിലാണ്. അതുപോലെ തന്നെ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യോദരത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ രോഗം മാറിയതും, ഇങ്ങനെ ധാരാളം ചരിത്ര സംഭവങ്ങൾ ഈ മുഹറം മാസത്തിന് അയവിറക്കാനുണ്ടെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കിടാവായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബലയിൽ വെച്ച് കൊല്ലപ്പെട്ടതും ഈ മുഹറം മാസത്തിലാണ്. അതുകൊണ്ട് വിജയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ധാരാളം കഥനക്കഥകൾ ഈ മുഹറം മാസത്തിന് നമ്മളെ ഓർമ്മിപ്പിക്കാനുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ കണക്കാക്കിയാണ് ഹിജ്റ വർഷം ആരംഭിക്കുന്നത്. ഹിജ്റ തന്നെ ലോക മുസ്ലിമീങ്ങൾക്ക് വലിയ പാഠമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയതിന് ശേഷം വീണ്ടും ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും ആക്രമിക്കാൻ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖന്തക്ക് കുഴിക്കുകയും സ്വഹാബത്തും നബിയും ചേർന്ന് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പട്ടിണി സഹിച്ചുകൊണ്ട് ഖന്തക്ക് കുഴിക്കുന്ന സമയത്തൊരു സ്വഹാബി റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, നബിയെ, എനിക്ക് വലിയ വിശപ്പ് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ നബിയുടെ ഷർട്ടങ്ങ് പൊങ്ങിച്ച് കാണിച്ചു കൊടുത്തു. ഞാനും വിശപ്പിൻ്റെ കാഠിന്യത്താൽ കല്ല് വെച്ച് കെട്ടിക്കൊണ്ടാണ് ഈ ഖന്തക്ക് കുഴിക്കുന്നത്. ഇത്രയും പ്രയാസപ്പെട്ടുകൊണ്ട് ശത്രുവിനെ മഹാന്മാരായ നബി സല്ലല്ലാഹു അലൈഹി മഹാനായ നബിതങ്ങളും സ്വഹാബത്തും നേരിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ്. ഇനി ഇസ്ലാമിക പ്രബോധനം നടത്തേണ്ടത് ഞാനും നിങ്ങളുമാണ്. അതുകൊണ്ട് ഈ മുഹറം മാസം ധാരാളം അമലുകൾ ചെയ്യേണ്ട മാസമാണ്. പ്രത്യേകിച്ച് 1 മുതൽ തന്നെ 10 വരെ നോമ്പിന് പ്രാധാന്യമുണ്ട്. മുഹറം 9-ൻ്റെയും 10-ൻ്റെയും നോമ്പിന് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. ധാരാളം പ്രതിഫലമുള്ള നോമ്പാണ്. നോമ്പ് നോൽക്കുന്നതിനോടൊപ്പം നമ്മളാൽ കഴിയുന്ന ആരാധനകൾ ധാരാളം ഞാനും നിങ്ങളും ദിക്റുകളും സ്വലാത്തുകളും നിസ്കാരങ്ങളും സ്വദക്കുകളും ധാരാളം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ മാസം നമ്മൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസമാക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.